ചേർത്തല തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. 6 ദിവസത്തേക്ക് കൂടി പ്രതിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന ക്രൈംബ്രാഞ്ച് വാദം അംഗീകരിച്ചാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. അതേസമയം ബിന്ദുവിന്റെ സഹോദരന്റെ DNA സാമ്പിൾ ഇന്ന് ശേഖരിച്ചു. 12-ാം തീയതി വരെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. അന്വേഷണത്തിനോട് പ്രതി സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങിയത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ചാർജ് ചെയ്ത കടയിലെത്തിച്ച് അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. കേസിന്റെ മുൻപോട്ടുള്ള പോക്കിന് ആദ്യം നൽകിയ DNA പരിശോധനാ ഫലം നിർണായകമാണ്. പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൂടം ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിലും DNA പരിശോധന നടത്തും. ഇതിനായി ബിന്ദുവിന്റെ സഹോദരന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ബിന്ദു പത്മനാഭനെ കാണാതായി എന്നും പറഞ്ഞ് വെറുതെ ഒരു പരാതിയല്ല ഞങ്ങൾ. സെബാസ്റ്റ്യനായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഞാൻ പോകുന്നു, ഒരു പ്രാവശ്യം പോയി നേരിട്ട് കണ്ട്, അതായത് പറയുന്ന മുഴുവൻ കള്ളം. ആദ്യ കസ്റ്റഡി കാലയളവിൽ പ്രധാനമായും പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ 2 തവണ എത്തി തെളിവെടുത്തു. സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴിയും 2 തവണ രേഖപ്പെടുത്തി. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. റിപ്പോർട്ടർ, കോട്ടയം.